അയ്യോ ഇത് വലിയ കാര്യം. ഇതിലേക്ക് നടക്കുന്ന വഴി എങ്ങാണ്ടായിരുന്നു. അപ്പം നമ്മൾ അയ്യോ കണ്ണിനിട്ടൊരു കമ്പ് വന്നിടിച്ച്. ആ ഒരു വ്യൂ നോക്കി അടിപൊളി കേട്ടോ. ഫുള്ള് മേഘമൊക്കെ, സൂര്യൻ, വിഷയം. കണ്ണ് അടിച്ചു പോയേനെ ഇപ്പോൾ. കറക്കിയൊക്കെ എടുക്കുന്നു. ഓ ഇനിയിപ്പോൾ ആര് തള്ളി തരും? നല്ല സീനാട്ടോ. നല്ല സീനെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന പോലല്ല. ഒരു കയ്യബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പാ തീരും. ശരിക്കും ഒരു അഡ്വഞ്ചറസ് ട്രയൽ അല്ലേടാ. മൊയലിൻ്റെ എലിയൊക്കെ താന്ന് കിടക്കുന്ന പോലെ. സോറിനാ ഒരു കയ്യബദ്ധം പറ്റിയത്. അപ്പോൾ അതെ അവന്മാരിതേ അങ്ങോട്ട് പോകുന്നുണ്ട്. അവൻ്റെ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് പോകുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ അതേ നോക്കാം. അവൻ എങ്ങനെ ക്യാമറയും കൊണ്ട് എടുക്കുന്നതെന്ന് അറിയാൻ പാടില്ല. ചരിച്ചെടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പോട്ടെ. അയ്യോ വഴിയില്ലാടാ. വരുന്നു. എന്റെടാ ഇത് വഴി കാണുന്നില്ലടാ. അയ്യോ ഇത് വലിയ കാര്യം. ഇതിലേക്ക് നടക്കുന്ന വഴി എങ്ങാണ്ടായിരുന്നു. അപ്പം നമ്മൾ അയ്യോ കണ്ണിനിട്ടൊരു കമ്പ് വന്നിടിച്ച്. എടാ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊന്ന് വരണ്ടേ? ഒരു വിധത്തിൽ നമ്മളിത് വീട്ടിൽ എങ്ങനെയുണ്ടായിരുന്നു? ദേവൻ പുല്ല് കച്ചവടത്തിന് പോവാണ്. വീട്ടിൽ പോയിട്ട് ഇനി പുല്ല് കൊണ്ട് ചൂലുണ്ടാക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. എങ്ങനെ ഉണ്ടായിരുന്നോ എക്സ്പീരിയൻസ്? സീൻ. എടാ ദേ അവിടെയാടാ നമുക്ക് പോകണ്ടേ? ഇതേതുണ്ടോ? ഇവൻ ആ കാട്ടിലെങ്ങാണ്ട് പോയി അടിച്ചു കുത്തി വീണായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എടാ അത് നമ്മുടെ രാമക്കൽമേടല്ലേ? എടാ നമ്മുടെ രാമക്കൽമേടാണ് ഇത് കാണുന്നത്, ഈ ഒരു ഭാഗം. ഇനി വഴി ഉണ്ടാക്കി പോണം. എടാ ഇതിലെ നീ ഒന്ന് നടന്നു വന്നേ ഓർക്കുന്നില്ലേ? കുറിഞ്ഞു പൂത്തത് കാണാൻ. എടാ നീയും ആൽബർട്ടും കൂടെ. അപ്പൊ ഇവിടാണ് നമ്മളെ നീലക്കുറിഞ്ഞു പൂത്തത്. ആ ഒരു മലയിലൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ RTR പോയത് ഇവിടെ കേട്ടോ. ഇൻഡിക്കേറ്ററൊക്കെ ഊരി പോയല്ലോ. ഇന്നത്തെ ഓഫ് റോഡിൻ്റെ കലാവിരുദ്ധ അതെ ആ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് വണ്ടി കൊണ്ട് നമ്മളൊക്കെ വരാറുള്ളെന്ന് തോന്നുന്നില്ലേടാ. ഫുൾ എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ് കേട്ടോ. ഞാൻ പോട്ടെ. അപ്പം അവൻ്റെ അവിടെ റെഡി ആയിട്ട് കഴിക്കുക. പോട്ടെ. ഓ മോനെ അതെ ആ ഒരു വ്യൂ നോക്കി അടിപൊളി കേട്ടോ. ഫുള്ള് മേഘമൊക്കെ, സൂര്യൻ, വിഷയം. കണ്ണ് അടിച്ചു പോയല്ലേ ഇപ്പോൾ. നമുക്ക് ഇവൻ്റെ വഴിയൊക്കെ നോക്കുന്നുണ്ട്. എന്നാറ്റിടാ എടാ മരം ആ പറമ്പിൽ കൂടെ കയറിപ്പോടാ. ഗൈസ് അവിടെ ഒരു മരം ഒടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇനി വഴി ഉണ്ടാക്കി പോകണമെന്നാണ് ഇവർ പറയുന്നത്. ഗൂഗിൾ അമ്മച്ചിയല്ല. ഇതേ കറക്കിയൊക്കെ എടുക്കുന്നു. ഓ ഇനിയിപ്പോൾ ആര് തള്ളി തരും? 2 ഇൻഡിക്കേറ്റർ ഊരിപ്പോയല്ലോടാ അവൻ്റെ. അങ്ങനെ തള്ളിക്കൊടുത്തതാ. കയറിപ്പോയി. ഓക്കെ അവൻ കയറിപ്പോയി. ഓ ഇത് നോക്കിയാൽ ഒരു മരം ഫുള്ളായിട്ട് ഒടിഞ്ഞു വീണ കേട്ടോ. നമ്മളതേ കയറി. അയ്യോ കൈ മൊത്തം മുറിഞ്ഞടാ. മുറിഞ്ഞു. കൊള്ളാല്ലേ? പൊളിയാണോ? ഓടാ. ഇത് വാട്സാപ്പ് കോമഡി അല്ല. ഓക്കെടാ ബൈഡാ. അറിയുന്നോ? ഇൻഡിക്കേറ്ററൊക്കെ പോയി. അത് കയറ്റി വെക്കാന്നല്ലേ.
പിന്നെ ഇതിലേക്ക് വരുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. അങ്ങനെ നമ്മൾ ഏറെക്കുറെ പോകാൻ പറ്റുന്ന അത്രയും പോകും ഇതിൽ. ബാക്കി നമുക്ക് നടന്നു പോവാം. നടപടി ഉണ്ടാവൂ. അയ്യോ മുള്ള ഇപ്പോടാ എൻ്റെ കാലിന് അല്ല എൻ്റെ കാലിനെ എന്തോ പറ്റിയിട്ടുണ്ട്. ഒരു വേദന. എടാ കഴുത്തന്നെ വിറ. നീ എന്നെ വലിച്ച് കൊല്ലാൻ നോക്കുന്നോടാ. കുതിര റൈഡ് പോടാ. അപ്പോൾ ഇവനാണെങ്കിൽ എന്നെ മറ്റേ ഫുള്ളോറെ പിടിച്ച് വലിച്ച് എന്നെ താടി ഇടാൻ നോക്കുവാണ് ഗൈസ്. ഓ മൈ ഗോഡ്. ആ ഇത് പോയി കഴിഞ്ഞ് ജീവനുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു ദിവസം പോവാം. അതെ നീലക്കുറഞ്ഞ് പോട്ട ഒരു സ്ഥലമാണിത്. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. അടിയത് നമ്മുടെ ആദ്യമായിട്ടാട്ടോ നമ്മൾ ഇതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് വണ്ടിയും കൊണ്ട് വന്ന് കാണുന്നത്. മാക്സിമം നോക്കൂ. ഇത് നോക്കി ഇതിലെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എടാ സൈഡിലേക്ക് പോവല്ലേ, നോക്കി പോട്ടോ, സമാധാനപൂർവ്വം പോയാൽ മതി. അപ്പോൾ നമ്മൾ ഈ താഴേക്കെന്ന് പറഞ്ഞാൽ നല്ല കൊക്കയാണ് കേട്ടോ, നല്ല രീതിക്ക് കൊക്കയാണ്. ഒരു കയ്യബദ്ധം മതി, വണ്ടിയും പോവും ആളും പോവും. എടാ ശ്രദ്ധിച്ച് പോയാൽ മതി, ശ്രദ്ധിച്ച് പോയാൽ മതി. പോട്ടെ പോട്ടെ. പോട്ടെ പോട്ടെ. അപ്പോൾ ഭയങ്കര വിഷയം കേട്ടോ. നോക്കി താഴേക്കുള്ളൊരു കുഴി നോക്കി, ഒരു കയ്യപ്പോൾ ആരേലും ഒരാളുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. അപ്പം അതുപോലെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. ചെറിയൊരു പാളൽ മതി. കാരണം നല്ല കൊക്കയാണ് കേട്ടോ. കൊക്കയെന്ന് പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനത്തെ ഒരു സ്ലോപ്പാണ്, നേരെ താഴെ പോവും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ എക്സ്പൾസുമായിട്ട് പോയ മലയുടെ മണ്ടത് അതാണിത്, അതിവിടെ അവിടെ വന്നു. അപ്പോൾ നമ്മളത് അങ്ങോട്ട് പോവാണ്. സീനാട്ടോ. സീനാണ്, ഫുള്ള് സീനാണ്. പോട്ടറാ. ആ വഴിയുള്ളിടത്തൂടെ പോടാ. ആ ഏതിനാലും ഒക്കെ പൊക്കോ. എടാ വഴി നോക്കിയാടാ. ഡാ നിൽക്കാം, അവൻ വരട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സീനാണ് കേട്ടോ. അതായത് ഒന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ തീർന്നു മാതിരി അവസ്ഥയാണ്. കണ്ടില്ലേ, നല്ല സീനാണ് കേട്ടോ. നല്ല സീനെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന പോലല്ല. ഒരു കയ്യബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പാണ് തീരും, വണ്ടി അങ്ങ് പോകും കേട്ടോ. നമുക്ക് ചിലവ് ഇനി ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന്, കാരണം ഇവിടുന്ന് ശരിക്കും സ്ലോപ്പാണ്, നല്ല സ്ലോപ്പാണ് കേട്ടോ. അതായത് ഒരു 80-90 ഡിഗ്രി ഒരു സ്ലോപ്പ് വരും. എന്നത് അവിടെ മാത്രമേ ഒരു ചെറിയൊരു പിടുത്തം വരാനുള്ളേ ഉള്ളൂ, ബാക്കിയെല്ലാം ഭയങ്കര സീനാണ്. ഇതിലേക്ക് തിരിച്ച് കയറുമോയെന്ന് ദൈവം തമ്പുരാനല്ല.
പേടിച്ച് മാത്രമാണ് പോകുന്നത്. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തീർന്നു. ഈ വണ്ടിക്കൊന്നും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ സീൻ വരുന്നില്ല. അപ്പോൾ ഏറെക്കുറെ നമ്മൾ കുറച്ച് സേഫ് സോണിൽ എത്തി. നമുക്ക് പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അതെ, അത് അവിടെയാണ് നമ്മൾ ചെല്ലേണ്ടത്. പക്ഷെ അങ്ങോട്ട് വണ്ടി പോകത്തില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് നടന്നു പോകണം. മാക്സിമം നമ്മൾ വണ്ടി കൊണ്ടുപോകാന്നേ അത്രയും കൊണ്ടുപോവാം. ശരിക്കും ഒരു അഡ്വഞ്ചറസ് ട്രയൽ അല്ലേടാ. അഡ്വഞ്ചറസ് ട്രയൽ എന്നൊക്കെ പറയാം. അഡ്വഞ്ചറസ് ഇതൊക്കെ ഞാൻ നേരെ വന്ന് അവിടിട്ട് ഒരാഴ്ച എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ വിഷയം കേട്ടോ, വിഷയം വഴിയാണ്. അയ്യോ, ഇനി വലിയ സീൻ, ഇനിയിവിടെ വലിയ സീനില്ല കേട്ടോ. കാരണം ഇവിടെ മറിഞ്ഞാലും ആ പുല്ലേ തങ്ങി നിന്നോളും. പക്ഷേ അപ്പുറത്തേന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങൾക്ക് ഞാൻ മറ്റേ ഫോണിലെടുത്ത വീഡിയോ അപ്പുറത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. എൻ്റെ മോൻ ഫുള്ള് മുള്ളാണ് കേട്ടോ. ഫുള്ള് മുള്ളെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമുള്ളതാണ്. അതല്ലേ നമ്മളിതേ ഒരു വിധത്തിൽ അങ്ങ് അറ്റം വരെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അവിടോട്ട് പോവോ? പോയി നോക്കട്ടെ. എൻ്റെ ഫുഡ് റെസ്റ്റ് കാണുന്നില്ലടാ. അപ്പോൾ കുറച്ചുകൂടെ അറ്റത്തേക്ക് പോവാം. അയ്യോ, അപ്പോൾ ഇതാണ് വഴിയുടെ എൻഡിങ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വഴിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയിരിക്കും. അപ്പോൾ ഇതാട്ടോ എൻഡിങ്. അവന്മാരെന്താ അവിടെ വെച്ച് വരുന്നില്ലേ? അല്ലേ അവിടെ വെച്ചാൽ മതിടാ. അവന്മാരും വരുന്നുണ്ട്. എനിക്ക് ആ ഒരു ഭാഗമൊക്കെ നല്ല രസമുണ്ട്. അത് ശരിക്കും രാമക്കൽമേടാണ്. അതെ, അത് ആ കാണുന്നത്. അവൻ വരുന്നുണ്ട്. അതെ, നമ്മുടെ ചെറുക്കൻ അവിടെ ഇരിക്കുന്നു. എൻ്റെ മോനെ പൊളി കേട്ടോ. ഇങ്ങനെ അഡ്വഞ്ചറസ് ട്രയൽ അല്ലായിരുന്നോ? ഇങ്ങോട്ട് കയറ്റി വെച്ചോ. എൻ്റെ മോനെ അവൻ്റെ 2 ഇൻഡിക്കേറ്ററും തൂങ്ങിക്കിടക്കുമോ, മറ്റേ മുയലിൻ്റെ എലിയൊക്കെ താന്ന് കിടക്കുന്ന പോലെ. സോറിനാ, ഒരു കയ്യബദ്ധം പറ്റിയത്. മുയലിൻ്റെ ചെവി തൂങ്ങിക്കിടക്കുന്ന പോലെ കേട്ടോ. എടാ നിൽക്കടാ, ഇത് ശാലം കയറ്റി വെച്ച് തരാം. അങ്ങോട്ട് കയറ്റി വെച്ചോടാ. അവിടെ വെച്ചോടാ, അവിടെ വെച്ചോ. ഏത്? അത് കുറച്ചുകൂടെ അങ്ങോട്ട് കയറ്റേ. പോ, നിൽക്കത്തില്ലേ? ഒക്കെ അവിടെ അവിടെ ഇരുന്നോളൂടാ, അവിടെ ഇരുന്നോളൂടാ. അപ്പോൾ ഇതാണ് നമ്മുടെ വഴിയുടെ എൻഡ് കേട്ടോ. അല്ല, അങ്ങോട്ട് പോകണം. ഞാൻ പറഞ്ഞ വണ്ടി ഇവിടെ വരെ മാക്സിമം പോകത്തുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നോ എക്സ്പീരിയൻസ്? പിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ലടാ, നിന്നെ താഴെ കൊണ്ടുവന്ന് ഉരുട്ടി വിടാനായിട്ടാ. എൻ്റെ മോനെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അല്ലേടാ, വേറെ വൈബായിരുന്നല്ലേ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടൊക്കെ ആദ്യമായിട്ടാണ് വണ്ടി കൊണ്ടുവരുന്നത്. ഞങ്ങളായിരിക്കും ഇവിടെ ആദ്യമായിട്ട് വണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ എന്തേ ആ ഒരു ഭാഗം നോക്കിയോ, നല്ല രസമുണ്ട് കേട്ടോ. ആ മേഘം ഫുള്ള് കാണാൻ, ഫുള്ള് ചുറ്റിനും ഇമാരെല്ലാം ഇരിപ്പുണ്ട്. കണ്ടില്ലേ? അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ മൂട്. നമ്മുടെ വണ്ടിയൊക്കെ ദേ ഇവിടെ ഇരിപ്പുണ്ട്. ദേ ഇരിക്കുന്നു. നമുക്ക് പോകേണ്ടത് അവിടെ കേട്ടോ. അവിടെ മാറിക്കേടാ. നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞത് അവിടാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ആ നോക്കാം, ചിലപ്പോഴേ ഇനി അങ്ങോട്ട് പോകുന്നുള്ളൂ. വയ്യ, നടക്കാൻ വയ്യ. നമ്മളപ്പം എന്തേ അവിടെ പോകുന്നില്ലെന്ന് വെച്ചു. കാരണം നടക്കാൻ വയ്യ ആർക്കും. അതുകൊണ്ട് ആ പ്ലാൻ ഉപേക്ഷിച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് തിരിച്ച് അങ്ങോട്ട് പോകണത്. അവന്മാരവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വന്നതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും വന്നില്ല. ഇവിടുന്ന് അവിടം വരെ പോകുന്ന ഈ ഒരു ദൂരത്ത്, ആ ഒരു മണ്ടയുടെ അവിടുന്ന് ഇത്രയും പോകുന്ന അത്രയും തന്നെ ഉണ്ട് അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. നമ്മൾ വെള്ളവും ഒന്നും എടുത്തിട്ടില്ല. ഇപ്പം തന്നെ നല്ലപോലെ ദാഹിക്കുന്നുണ്ട്. ഇനിയിപ്പം അങ്ങോട്ടും കൂടെ പോയി കഴിഞ്ഞാൽ തിരിച്ച് നടക്കാൻ വയ്യായിരിക്കും. ആടാ, രാമക്കൽമേടാ, മഴ നിൽക്കുന്നതുകൊണ്ട് കാണുന്നില്ല.
അപ്പോൾ അതാണ് നമ്മുടെ രാമക്കൽമേട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. അതാണ് നമ്മുടെ രാമക്കൽമേട്. അവിടെ നിന്നൊരു ഇത് നോക്കിക്കേ, അവിടെ നിന്ന് അങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ തീർന്നു, ഡെഡ്. അവിടെ നിന്ന് ഇഷ്ടം പോലെ പേര് ചാടി ഡെഡായിട്ടുള്ള അവർക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നുന്ന ഇവിടെ നിന്നിട്ട് തന്നെ ചാടാനായിട്ട് എൻ്റെ മോന് വിഷയമാണ്. അപ്പം നമുക്ക് എന്തായാലും തിരിച്ചങ്ങോട്ട് പോവാം. നമ്മൾ അങ്ങോട്ട് പോകാൻ വയ്യ, സത്യമായിട്ടും വയ്യ, അല്ലെങ്കിൽ നമ്മൾ പോയേനെ. ഇറങ്ങടാ. ഇപ്പോൾ ഫ്രണ്ട് ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ ഒരു ഇത് ഞാൻ കാണിച്ചത്. ഇവിടെ ഭയങ്കര ടെററാണ് കേട്ടോ. അതായത് ഞങ്ങൾ എങ്ങനെ കയറി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മറ്റേ സംഭവമൊക്കെ ചെയ്താണ് കയറി വന്നത്. എനിക്ക് ഇതിലൊക്കെ പിടിച്ചാണ് എങ്ങനെ എന്തോ മോനെ സീനാ കേട്ടോ, നിൽക്കത്തൊന്നുമില്ല. പോട്ടെ. ഓ മാൻ, വൈബാ കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. അപ്പോൾ നമ്മൾ തിരിച്ച് അവന്മാരുടെ അടുത്ത് എത്താറായി. ഫുൾ ഓൺ ഫുൾ പവറാണ്. അതിലെ വഴിയുണ്ട്. അതെ, വണ്ടി നമ്മൾ തിരിക്കുക. ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടില്ല, റെസ്റ്റാണ്. എടാ പുറകെ പിടിച്ചോണേ. കാരണം ഇവിടെ ഇടയില്ല കേട്ടോ, രണ്ട് സൈഡിലും കുഴിയാണ്. അപ്പോൾ ഒരു വണ്ടി തിരിച്ചു. എടാ അവൻ്റെ വണ്ടിയിലും കൂടെ പിടിയടാ. അപ്പോൾ അത് സൈക്കോളജിക്കൽ മൂവായിട്ട് അവൻ തിരിക്കുമായിരുന്നു. എടാ പോലെ സൈക്കോളജിക്കൽ മൂവായിട്ട് ഇവൻ താഴെ പോയേനെ. എൻ്റെ മോനെ, നമ്മളതേ തിരിച്ചു പോകാൻ തുടങ്ങുക. സമയം ഒരു 5 മണിയൊക്കെ ആയി. വാടാ. അല്ല, ഞാൻ ഫ്രണ്ടിൽ പോകണമല്ലോ അല്ലേ. നിങ്ങൾ ഫ്രണ്ടിൽ പൊക്കോ, ഞാൻ ഒതുക്കി തരാം. നീ അവിടം വരെ നടക്കണം. ഇവിടുന്ന് ഫസ്റ്റ് കയറി പോവാം. ഇവിടെ ഇച്ചിരി സീനാട്ടോ. ഞാൻ പുറകെ തരാം, ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ തരാം. അവൻ്റെ പുറകിന് നോക്കോ, അവൻ വീഡിയോ എടുക്കുന്നുണ്ട്. ആ വീഡിയോ സ്റ്റാർട്ടാകട്ടെ കേട്ടോ. അപ്പം നമ്മളിത് ഇങ്ങോട്ട് പോകാൻ തുടങ്ങുക. ഓ മൈ ഗോഡ്, വിഷയം വഴി കേട്ടോ. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടായിരിക്കും. ഫസ്റ്റ് പാർട്ട് തന്നെ നല്ല ലെന്തുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇടുന്നത്. എൻ്റെ എന്നെ രസമാണെന്നറിയാം അതിൻ്റെ അകത്തൂടെ പോകുന്നത്. വണ്ടിയൊക്കെ പോകുന്നതാണ് അടിപൊളി കേട്ടോ. അതായത് വഴിയില്ല, നമ്മൾ ഈ കാടിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. സീനാട്ടോ. ഇത് നോക്കിക്കേ, വണ്ടി ഫുള്ള് കുഴിയിലാണ് നിൽക്കുന്നത്. പോട്ടറാ, എക്സ്പൾസ് ഇവിടെ കിടപ്പുണ്ട്. നോക്കിയാ 2 വണ്ടി കിടക്കുന്ന ഫുള്ള് എൻ്റർടൈൻമെൻ്റ് ആട്ടോ. ഓ വണ്ടി ഒരാൾ വലിക്കടാ.